ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവ ദയ ഒരു ദിവസം കൂടെ നമ്മുടെ മേൽ പുതിയതായതുകൊണ്ട് ആ ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവത്തിൻ്റെ കരുണ തീർന്നു പോയിട്ടുള്ള രാവിലെ തോറും പുതിയതും ഒരു വിശ്വസ്ത നയിക്കുമുള്ളതെന്ന് തിരുവെടുത്ത് പറയുമ്പോൾ പുതിയ ദയ, പുതിയ കൃപയെല്ലാം, പുതിയ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ ദൈവം പകരട്ടെ. 35-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. കുറച്ചധികം 28ഓളം വാക്യങ്ങൾ അതിനകത്തുണ്ട്. 2-3 പോർഷനായിട്ട് അതിനെ ചിന്തിക്കാം, ധ്യാനിക്കാം. ദൈവ കൃപയിൽ ആശ്രയിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മുടെ വഴി നടത്തട്ടെ. ഇവിടെ ഇതും ഒരു വിടുതലിനായുള്ള ഒരു പ്രാർത്ഥനയാണ്. എ പ്രെയർ ഫോർ ഡെലിവറൻസ് എന്നാണത് പറയുന്നത്. ദാവീദ് അകപ്പെട്ടിരുന്ന സാഹചര്യങ്ങൾ അത്രമാത്രം ദുഷ്കരമായിരുന്നു. താൻ ആരെ സഹായിച്ചു അവരിൽ നിന്ന് തന്നെ തനിക്ക് പ്രതികൂലങ്ങൾ വരികയാണ്. ആ പ്രതികൂലങ്ങളിലെല്ലാം ഈ ഓരോ പരീക്ഷകളിലും പരിശോധനകളിലും നമ്മൾ സംഭവിക്കുന്ന മാറ്റമെന്ന് പറയാൻ ഒന്നാമത് നമ്മളെ വിനയപ്പെടുത്തുന്നതാണ്. ഓരോ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും എതിർപ്പുകളും നമ്മളെ വിനയപ്പെടുത്തുന്നു. ഇതാണ് നമ്മൾ സംഭവിക്കേണ്ടത്. ഒന്നാമത് നമ്മൾ വിനയപ്പെടണം. രണ്ടാമത് നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവസന്നിധിയിൽ അത് നമ്മൾ കൊണ്ടു ചെല്ലുന്നു. പ്രാർത്ഥനയിൽ അത് ദൈവസന്നിധിയിലേക്ക് അർപ്പണം ചെയ്യുകയാണ്. അതായത് നമ്മളെ പ്രാർത്ഥിക്കാനായിട്ടത് പ്രേരിപ്പിക്കുകയാണ്. പ്രാർത്ഥനയിലെല്ലാം സബ്മിറ്റ് ചെയ്യുന്നു. സബ്മിഷൻ, നമ്മളെ തന്നെ സബ്മിറ്റ് ചെയ്യുകയാണ്, നമ്മളെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുകയാണ്. മൂന്നാമത്, ഈ ശത്രു ആരോപിച്ച കുറ്റങ്ങൾ നമ്മളിലുണ്ടോ എന്ന് നോക്കുവാനും അവൻ ആരോപിച്ച കുറ്റം നമ്മൾ ചെയ്യാതിരിക്കാനും ശ്രമിക്കും. വ്യാജ ആരോപണങ്ങളാണെങ്കിൽ നമ്മളത് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കും. നമ്മളെ തന്നെ നമ്മൾ കരുതും. അതാണ് മൂന്നാമത്തെ. നാലാമത്തത്, നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, മറ്റുള്ളവർക്ക് നമ്മൾ ഈ വിധമുള്ള തിന്മകൾ ചെയ്യത്തില്ല. കാരണം നമ്മുടെ മേൽ കുറ്റം ആരോപിക്കപ്പെട്ടപ്പോൾ നമ്മൾ എത്രമാത്രം വേദനിച്ചോ അതുപോലെയാണ് മറ്റുള്ളവർക്ക് നമ്മൾ ധരിച്ചുകൊണ്ട് നമ്മളത് തെറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കും. മറ്റുള്ളവരുടെ മേൽ കുറ്റം ആരോപിക്കാതിരിക്കാൻ ശ്രമിക്കും. മറ്റുള്ളവരെ പഴിചാരാതിരിക്കാൻ ശ്രമിക്കും. അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ക്ഷമിക്കാനൊക്കെ നമുക്കത് മനസ്സാകുന്നൊരിത്. ഇങ്ങനെ അനവധിയായ അനുഗ്രഹങ്ങളാണ് ഈ ഓരോ നമ്മൾ ചിന്തിക്കുന്ന, ലോകപ്രകാരം ചിന്തിക്കുന്ന പ്രതികൂലങ്ങൾ എന്നൊക്കെ പറയുന്ന കാര്യം ദൈവം കരുതി വെച്ചിട്ടുള്ളത്. ഒരു സ്ഥലത്ത് ഭയങ്കര മഴയും കൊടുങ്കാറ്റും എല്ലാം സംഭവിക്കുകയാണ്. അപ്പോൾ ഒരു സ്ത്രീ ഒരു പ്രെയർ റിക്വസ്റ്റ് ഒരു ഫെലോഷിപ്പിന് എഴുതി കൊടുക്കുകയാണ്. ഒരു പ്രാർത്ഥനാ സംഘത്തിന് ഒരു പ്രെയർ റിക്വസ്റ്റ്. അതായത്, എൻ്റെ പറമ്പിൽ കൃഷിയൊക്കെ ഉണ്ട്, അപ്പോൾ അവിടെയൊന്നും അപായം സംഭവിക്കാതെ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇടിവെട്ടുന്നു, ഭയങ്കരമായ അപകടങ്ങളൊക്കെ സംഭവിക്കുന്നു, കനത്ത മഴയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉടനെ അവർ തിരിച്ചയച്ചു, ഞങ്ങൾ ദൈവഹിതം നിവർത്തിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാൻ. ദൈവേഷ്ടം, കാരണം ദൈവത്തിൻ്റെ ഇഷ്ടം നമുക്ക് എപ്പോഴും നന്മയ്ക്ക് വേണ്ടിയുള്ളതാണല്ലോ. അപ്പോൾ ദൈവ ഇഷ്ടത്തിന് സമർപ്പിക്കുമ്പോൾ അത് നന്മയ്ക്കേ മാറുകയുള്ളൂ. അതാണ് കർത്തൃ പ്രാർത്ഥനയിൽ നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും വരണമേ എന്ന് കർത്താവ് പഠിപ്പിക്കാൻ, എന്നും പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. ദൈവ ഇഷ്ടമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. അതിന് സമർപ്പിക്കുമ്പോൾ എല്ലാം വഴി മാറിപ്പോവുകയാണ്, എല്ലാം നന്മയ്ക്കായിട്ട് മാറുകയാണ്. നമ്മൾ അറിഞ്ഞും അറിയാതെയും തൽക്കാലം നമുക്കൊന്നും മനസ്സിലായി എന്ന് വരികയില്ല, പക്ഷെ അതെല്ലാം നന്മയ്ക്കായിട്ട് മാറുകയാണ്. അപ്പോൾ ഈ മറുപടി കുറച്ച് നാൾ കഴിഞ്ഞ് ഈ സ്ത്രീയുടെ വലിയൊരു ഇടിവെട്ടി അവിടെ ഒരു വലിയൊരു ഗർത്തം വരികയാണ്. ആ ഗർത്തം വന്ന് ആദ്യമൊന്നും മനസ്സിലായില്ല. പിന്നീട് ആ ഗർത്തത്തിൽ നിന്ന് ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടുകയാണ്. അപ്പോൾ അവർ മിന്നലൊന്നും ഏൽക്കരുതേ എന്ന് പ്രാർത്ഥിക്കാനാണ് അപേക്ഷിച്ചതെങ്കിൽ അവിടെ പറമ്പിൽ തന്നെ വലിയ വൃക്ഷങ്ങളെ കൊണ്ടായിരുന്നു. ഈ മിന്നലേറ്റ് മണ്ണും ഗർത്തം രൂപപ്പെട്ട് അവിടെ നിന്ന് പിന്നീട് ഒരു ഉറവ, ആ ഉറവയെന്ന് പറയുന്ന ആ ദേശത്തെല്ലാം വെള്ളം വറ്റിയാലും അതൊരിക്കലും വറ്റാത്തൊരു ഉറവയായിട്ട് മാറി. അത് കൃഷിക്കെല്ലാം പ്രയോജനകരമായി തീർന്നു. അപ്പോൾ ചില അനിഷ്ടങ്ങളും ചില അനർത്ഥങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിത്യ അനുഗ്രഹത്തിന് മുഖാന്തരങ്ങളായിട്ടത് മാറും. നമുക്ക് ഈ വാക്യങ്ങളിലേക്ക് വരാം. ദീർഘമായിട്ടുള്ള സങ്കീർത്തനമാണ്. അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ഒരു പോർഷനായിട്ട് നമുക്ക് ചിന്തിക്കാം. അതായത്, എന്നെ എതിരിടുന്ന എതിരാളികൾക്ക് വേണ്ടി പ്രാർത്ഥന. പക്ഷേ ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ പഴയ നിയമവും പുതിയ നിയമവും വ്യത്യസ്തമുണ്ട്. പഴയ നിയമം എപ്പോഴും ഒരു ഈ എന്നാണ്, കണ്ണിന് പകരം കണ്ണ്, അങ്ങനെ ഒരു ന്യായപ്രമാണം. കാരണം കൃപ വന്നിട്ടില്ല, മനുഷ്യൻ അപ്രാപ്തനാണ്, അവന് ആ തെറ്റ് ചെയ്യാതിരിക്കാൻ സാധിക്കുന്നില്ല. ഇന്നും അങ്ങനെ തന്നെയാണ്. യേശുക്രിസ്തുവിലേക്ക് വരുമ്പോഴാണ് നമുക്കിതിന് നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്നത്. അവിടെ പാപക്ഷമയുടെ പ്രാർത്ഥനയാണ്, അപേക്ഷയാണ്, ശത്രുക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്.
ഇത് നമ്മൾ പഴയ നിയമ വെളിച്ചത്തിൽ വേണം നമ്മളിത് കാണാൻ. മാത്രമല്ല ഇന്ന് നമ്മളിത് ആരോപിക്കുന്നത് ശത്രുവിൻ്റെ മേൽ ആരോപിക്കണം എന്ന് പറഞ്ഞാൽ വ്യക്തികളുടെ മേലല്ല, ആ വ്യക്തികളിൽ കൂടി പ്രവർത്തിക്കുന്ന ദുഷ്ടാത്മ ശക്തിയോട് നമ്മൾ എതിർക്കണം, അവനെതിരെ പ്രാർത്ഥിക്കണം, അവനെതിരെയായിരിക്കണം നമ്മുടെ യുദ്ധങ്ങളെല്ലാം. ഒരു വ്യക്തി നമ്മളോട് എതിർക്കുമ്പോൾ ആ വ്യക്തിയല്ല, ആ വ്യക്തിയിൽ കൂടെ ശത്രുവാകുന്ന സാത്താനാണ് നമ്മളോട് എതിർക്കുന്നത് മനസ്സിലാക്കി നമ്മൾ ആ വ്യക്തിയോട് കരുണപൂർവ്വം ഇടപെട്ട് ആ വ്യക്തിയുടെ ദുഷ്ടതയെ എതിർക്കണം. അതിനെ അത് പൈശാചികമാണെന്ന് കണ്ടുകൊണ്ട് പ്രാർത്ഥനയോടെ അതിനെതിരെ എതിർക്കാൻ സാധിക്കണം. ഇവിടെ പറയണേ, യഹോവേ എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണമേ, എന്നോട് പൊരുതുന്നവരോട് പൊരുതണമേ, നീ പലകയും പരിചയം പിടിച്ച് എൻ്റെ സഹായത്തിന് എഴുന്നേൽക്കണമേ, നീ കുന്തമൂരി എന്നെ പിന്തുടരുന്നവരുടെ വഴി അടച്ചു കളയണമേ, ഞാൻ നിന്റെ രക്ഷയാവുന്നു നിന്റെ പ്രാണനോട് പറയണമേ. പറയാ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. പലകയും പരിചയം സംരക്ഷണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഈ വാദിക്കുന്ന എതിർപ്പുകൾ വരുമ്പോൾ അതിൻ്റെ ദൈവത്തിൽ സംരക്ഷണം അഭയപ്പെടുകയാണ്. എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നവർക്ക് ലജ്ജാവമാനം വരട്ടെ, എനിക്ക് അനർത്ഥം ചിന്തിക്കുന്ന പിന്തിരിഞ്ഞ് നാണിച്ചു പോകട്ടെ, അവർ കാറ്റിന് മുമ്പിലെ പതിര് പോലെയാകട്ടെ, യഹോവയുടെ ദൂതൻ അവരെ ഓടിക്കട്ടെ, അവരുടെ വഴി ഇരുട്ടും വഴുവഴുപ്പമാകട്ടെ, യഹോവയുടെ ദൂതൻ അവരെ പിന്തുടരട്ടെ. കാരണം കൂടാതെ അവർ എനിക്കായി വല ഒളിച്ചു വെച്ചു, കാരണം കൂടാതെ അവർ എൻ്റെ പ്രാണനായി കുഴി ഒഴിച്ചിരിക്കുന്നു. അവൻ വിചാരിക്കാതെ അവൻ അപായം ഭവിക്കട്ടെ, അവൻ ഒളിച്ചു വെച്ച വല അവൻ തന്നെ കുടുങ്ങട്ടെ, അവൻ അപായത്തിൽ അകപ്പെട്ടു പോകട്ടെ. എൻ്റെയുള്ള യഹോവയിൽ ആനന്ദിക്കും, അവൻ്റെ രക്ഷയിൽ സന്തോഷിക്കും. യഹോവേ, നിനക്ക് തുല്യനാർ, എളിയവനെ തന്നിലും ബലമേറിയവൻ്റെ കയ്യിൽ നിന്നും, എളിയവനും ദരിദ്രനുമായവൻ്റെ കവർച്ചക്കാരുടെ കയ്യിൽ നിന്നും നീ രക്ഷിക്കുന്നു നിൻ്റെ അസ്ഥികളൊക്കെയും പറയും. കണ്ടോ, ഒരു പ്രത്യാശയുടെ വാക്കുകൾ അതുകൊണ്ട് അവസാനിപ്പിക്കുന്നത്. ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ എന്ത് ചെയ്യും? അവൻ കുഴിച്ച കുഴിയിൽ അവൻ തന്നെ വീഴട്ടെ, അവൻ ഒളിച്ചു വെച്ചിരിക്കുന്നതിന് അവൻ തന്നെ പിടിപെടട്ടെ. ഇതെല്ലാം ശത്രുവിന് നേരെ ആരോപിക്കണം, വ്യക്തികൾക്ക് നേരെയല്ല, ശത്രുവാകുന്ന സാത്താന് നേരെ. രണ്ട് ചിന്തയാണിത് കാണുന്നത്. പഴയ നിയമത്തിലെ ഈ പ്രാർത്ഥനകളെല്ലാം ശിംശോൻ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ ഈ ഒരു സമയത്തേക്ക് എനിക്ക് എൻ്റെ രണ്ട് കണ്ണിനും വേണ്ടി ഫെലിസ്തരോട് പ്രതികാരം ചെയ്യണം, എനിക്ക് ശക്തി നൽകണമെന്ന് ശിംശോൻ പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം അവൻ്റെ കണ്ണൊക്കെ കുത്തിപ്പൊട്ടിച്ച് ഫിലിസ്തർ അവിടെ മേൽ അവനെ അടിമയാക്കി കൊണ്ടുപോയി. അപ്പോൾ ദൈവം അവിടെ ഉത്തരം നൽകുകയാണ്. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ സ്തേഫാനോസ് എന്താ പ്രാർത്ഥിക്കുന്നത്? കർത്താവെ ഇവർക്ക് ഈ പാപം നിർത്തരുത് എന്നാണ് പ്രാർത്ഥിക്കുന്നത്. വ്യത്യസ്തമാണത്. ഇത് സദൃശവൽക്കരിച്ചുകൊണ്ട് ചിന്ത പറയുന്നുണ്ട്. അതായത് ഈ പേപ്പറൊക്കെ നിർമ്മിക്കുന്ന കമ്പനിയിൽ ചെന്നാൽ, ഇന്നൊക്കെ പേപ്പറിൻ്റെ ഇതൊക്കെ ഉപയോഗങ്ങളൊക്കെ കുറയുകയാണ്, എങ്കിലും പേപ്പർ ഉണ്ടാക്കുന്ന സ്ഥലത്ത് ചെന്നാൽ ഈ മുളയും ചാക്കും ചണ്ടിയും ഒക്കെ പുഴുങ്ങി അരച്ചിട്ടത് പൾപ്പാക്കും. ആ പൾപ്പ് കണ്ട വളരെ ഡേർട്ടി തിങ്ങാണ്, ഒരു ഇതൊക്കെ ഇല്ല, കാണാൻ ഒരു ഇതുമില്ല, ചന്തവും ഇല്ലാത്തതാണ്. എന്നാൽ അത് ചില മെഷീനിൽ കൂടെ ചില കെമിക്കൽ പ്രോസസ്സിങ്ങിൽ കൂടെയൊക്കെ കടന്നു പോയിട്ട് വരുമ്പോൾ ഒരു നല്ല ഗുഡ് വൈറ്റ് ഷീറ്റ് പേപ്പർ ഇങ്ങനെ അച്ചടിച്ച് വരികയാണ്. അത് രണ്ടും എന്തരയാണ്? പഴയതും രണ്ടും എടുത്ത് വെച്ച് നോക്കിയാൽ പൾപ്പും ഈ പേപ്പറും എടുത്ത് വെച്ച് നോക്കുക, രണ്ട് ഡിഫറൻസാണ്. ഇതുപോലെയാണ് പഴയ നിയമം പുതിയ നിയമം പറയുന്നത്. പുതിയ നിയമം നമുക്ക് കർത്താവ് യേശുക്രിസ്തു കൃപയുടെ കീഴിലാണ്. നമുക്ക് കൃപയുണ്ട്, അനുഗ്രഹമുണ്ട്, പരിശുദ്ധാത്മാവാൻ ദൈവമുണ്ട് നമ്മെ സഹായിപ്പാൻ. പഴയ നിയമത്തിൽ ആത്മാവാൻ ദൈവം വന്നും പോയിക്കൊണ്ട് വരുന്നു, പെർമനൻ്റ് ആയിട്ട് ഇവിടെ ഇല്ല. ഒരു ദൗത്യ നിർവഹണത്തിന് വേണ്ടി ഓരോ വ്യക്തികളുടെ മേൽ, പ്രവാചകന്മാരുടെ മേലെ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു പോകുന്നു. അതുകൊണ്ടാണ് അവർക്ക് ഈ യാഗങ്ങളും എല്ലാം പാപം ചെയ്യാതിരിക്കാനാണ് ഈ കർശനമായ കൽപ്പനകളല്ല. പുതിയ നിയമത്തിൽ വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നേക്കും നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതാണ്, നമ്മളിലേക്കാണ്, നമ്മളെ തന്നെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് വാസസ്ഥലമാക്കിയിരിക്കുന്നത്. നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്, ദൈവത്തിൻ്റെ മന്ദിരമാണ് നമ്മൾ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു. അപ്പോൾ നമുക്കിതിനൊക്കെ ശക്തി കിട്ടുക, ക്ഷമിക്കാനും എല്ലാവരും നമുക്ക് ശക്തി തരിക. ആരുടെ ശക്തി? ആത്മശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ അതൊക്കെയ, സ്നേഹവും സന്തോഷവും സമാധാനവും ദീർഘക്ഷമയും ദയയും പരോപകാരവും ഒക്കെ. അപ്പോൾ അത് വ്യത്യസ്തമാണ്. അപ്പോൾ അതിനകത്ത് പറയുന്നത്, ഇവിടെ പറയുകയാണ്, എങ്കിലും എൻ്റെ ഉള്ളിലും യഹോവയിൽ ആനന്ദിക്കും, രക്ഷയിൽ സന്തോഷിക്കും. യഹോവയെ നിനക്ക് തുല്യനാര്, എളിയവനെ തന്നിലും ബലമേറിയവൻ്റെ കയ്യിൽ നിന്ന്, എളിയവനും ദരിദ്രനുമായ കവർച്ചക്കാരൻ്റെ കയ്യിൽ നിന്നും നീ രക്ഷിക്കുന്നതിൻ്റെ അസ്ഥികളൊക്കെയും പറയും. ദാവീദിന് മനസ്സിലായി ദൈവം രക്ഷിക്കുന്നവനാണെന്ന്, ഉള്ളതൊക്കെ ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. ഇനി രണ്ടാമത്തെ പോർഷൻ എന്ന് പറയുന്നത് 11 മുതൽ എനിക്കൊന്ന് 21 വരെ നമുക്കത് കാണാൻ ചിന്തിക്കും. അവിടെ അതേഴ്സ്, കള്ളസാക്ഷികൾ, ഫോൾസ് വിറ്റ്നസ്, അതായത് കള്ളസാക്ഷികൾക്ക് വേണ്ടിയുള്ള, മറ്റത് തൻ്റെ ശത്രുക്കൾക്ക് വേണ്ടിയുള്ളതാണ്. കള്ളസാക്ഷികൾ എന്ന് പറഞ്ഞാൽ അവർ മറ്റുള്ളവരെ പ്രേരിപ്പിക്കപ്പെട്ട് എന്തെങ്കിലും പ്രതിഫലമൊക്കെ വെച്ചുകൊണ്ട് കള്ളസാക്ഷ്യം പറയുന്നവരൊക്കെ. യേശുവിനെതിരെയും കള്ളസാക്ഷികൾ പറഞ്ഞില്ലേ? കള്ളസാക്ഷികൾ എഴുന്നേറ്റ് ഞാൻ അറിയാത്ത കാര്യം എന്നോട് ചോദിക്കുന്നു, അവർ എനിക്ക് നന്മയ്ക്ക് പകരം തിന്മ ചെയ്ത് എൻ്റെ പ്രാണൻ അനാഥത്വം വരുത്തുന്നു. ഞാനോ അവർ ദീനമായി കിടന്നപ്പോൾ രട്ടുകൊടുത്തു, ഉപവാസം കൊണ്ട് ഞാൻ ആത്മതപനം ചെയ്തു, എൻ്റെ പ്രാർത്ഥന എൻ്റെ മാർവടത്തിലേക്ക് മടങ്ങി വന്നു. ഇവിടെ പറയുകയാണ്, ഞാൻ അറിയാത്ത കാര്യം എന്നോട് ചോദിക്കുന്നു, നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുക.
നന്മയ്ക്ക് 3-4 കാര്യങ്ങളുണ്ട്. നന്മയ്ക്ക് പകരം തിന്മ ചെയ്താൽ അത് ഈവിളാണ്. നമ്മൾ നന്മ ചെയ്യുന്നു, അതിന് വ്യക്തി തിന്മ ചെയ്യുന്നു, അത് ഈവിളാണ്. ഇനി തിന്മ ചെയ്യുന്നത് ഹ്യൂമനാണ്. അതായത് ഞാൻ തിന്മ ചെയ്തു, എന്നോട് തിന്മ ചെയ്യുക, അത് ഹ്യൂമനാണ്. ഹ്യൂമൻ ഒന്നാമത് ഡെവിളിഷാണ്, രണ്ടാമത് ഹ്യൂമനാണ്, മൂന്നാമത്തതാണ് എന്താ പറയുന്നത്, നന്മയ്ക്ക് പകരം നന്മ ചെയ്യുക. അതും മാനുഷികമായിട്ടാണ്, ഒരു ഇതായിട്ടാണ് നന്മയ്ക്ക് പകരം നന്മ ചെയ്യുക. അത് എന്നാ പറയുന്നത്, ഒരു സ്പിരിച്വൽ, ഒരു ആത്മീയ വേണമെങ്കിൽ പറയാം. നന്മയ്ക്ക് പകരം നന്മ ചെയ്യുക, അത് ഹ്യൂമൻ ബിഹേവിയറിലുള്ളതാണ്. പക്ഷെ ഒരു ഡിവിനിറ്റി, ഒരു ആത്മീയത്വം കള്ളതാണ്, നന്മയുടെ ഒരു ഇതാണ്. നാലാമത്തതെന്ന് പറയുന്നത് തിന്മ ചെയ്യുന്നവർക്ക് നമ്മൾ നന്മ ചെയ്യുക. അതാണ് ഡിവൈൻ, ദ ഹയസ്റ്റ് ഡിവൈൻ. അതാണ് ഗോഡ്ലി നേച്ചർ, ക്രൈസ്റ്റ് ലൈക്ക് നേച്ചർ എന്ന് പറയാം. തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുക. ശൗല് ദാവീദിന് നേരെ തിന്മ ചെയ്ത, പക്ഷെ ദാവീദ് അപ്പോഴും ശൗലിന് നന്മ ചെയ്യുകയാണ്. അതാണത്. നമുക്ക് പെട്ടെന്ന് എഴുതാം. എന്നിട്ട് ഇവിടെ പറയുകയാണ്, ഞാൻ അവർ ദീനമായി കിടന്നപ്പോൾ രട്ടെടുത്ത് ഉപവാസം കൊണ്ട് അവർ ആത്മതപന ചെയ്യാൻ എൻ്റെ പ്രാർത്ഥന എൻ്റെ മാർവിടത്തിലേക്ക് മടങ്ങി വന്നു. അവൻ എനിക്ക് സ്നേഹിതനോ സഹോദരനോ എന്നപോലെ ഞാൻ പെരുമാറി. അമ്മയെക്കുറിച്ച് ദുഃഖിക്കുന്നവൻ പോലെ ഞാൻ ദുഃഖിച്ച് കുനിഞ്ഞ് നടന്നു. അവരും അവൻ്റെ വീഴ്ചകൾ സന്തോഷിച്ച് കൂട്ടം കൂടി. ഞാൻ അറിയാത്ത അധമന്മാർ എനിക്ക് വിരോധമായി കൂടിയെന്ന് അവരോട് കൂടെ അതിനെ പഠിച്ചു പറഞ്ഞു. അടിയന്തരങ്ങൾ കോമാളികളായ വഷളന്മാരെ പോലെ അവർ എൻ്റെ നേരെ പല്ല് കടിക്കുന്നു. കർത്താവേ, നീ എത്രത്തോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. അവരുടെ നാശത്തിന് എൻ്റെ പ്രാണനെയും ബാലസിംഹങ്ങളുടെ വശത്തിന് എൻ്റെ ജീവനെ വിടുവിക്കണമേ. ഞാൻ മഹാസഭയെ നിനക്ക് സ്തോത്രം ചെയ്യും. ബഹുജനത്തിന് മധ്യേ നിന്നെ സ്തുതിക്കും. വെറുതെ എനിക്ക് ശത്രുക്കളായവർ എന്നെക്കുറിച്ച് സന്തോഷിക്കരുതേ. കാരണം കൂടാതെ എന്നെ പയക്കുന്നവർ കണ്ണിമയ്ക്കും വരുതേ. അവർ സമാധാനവാക്ക് സംസാരിക്കുക. ദേശത്തിലെ സാധുക്കളുടെ നേരെ വ്യാജങ്ങളെ നിരൂപിക്കുന്നവർ എൻ്റെ നേരെ വായു പിളർക്കുന്നു. നന്നായി ഞങ്ങൾ സ്വന്തം കണ്ണാൽ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അവിടെ ഇത് എൻ്റെ പ്രാർത്ഥന എൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രാർത്ഥിച്ചാൽ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അവരിൽ വന്നില്ലെങ്കിലും അത് നമ്മളിലേക്ക് മടങ്ങി വരും. നീരാവി പൊങ്ങുന്നിടത്തല്ല മഴ പെയ്യുന്നതെന്ന് പറയും. നമ്മുടെ പ്രാർത്ഥനകൾ അവർ അംഗീകരിച്ചില്ലെങ്കിൽ അത് നമ്മളിലേക്ക് തന്നെ മടങ്ങി വരും. കർത്താവേശു ശിഷ്യമായിരിക്കുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും വീട്ടിൽ ചെന്നാൽ സമാധാനം ആശംസിക്കുകയും ഒരു സമാധാനപുത്രൻ ഉണ്ടെങ്കിൽ ആ സമാധാന ഭവനത്തിൽ വരും, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് മടങ്ങി വരും. അപ്പോൾ നമ്മൾ ചെന്നാൽ കഴിക്കുന്ന പ്രാർത്ഥനകൾ നന്മയുടെ ആണെങ്കിൽ അവർക്ക് ഉൾക്കൊണ്ടിൽ നമ്മളിലേക്ക് തന്നെ അത് മടങ്ങി വരും അനുഗ്രഹമായിട്ട്. ഇനി 22 മുതൽ വാക്ക് പറയാം. യഹോവയെ നീ കണ്ടുവല്ലോ, നീ മൗനമായിരിക്കും. കർത്താവെ എന്നോട് അകന്നിരിക്കരുത്. എൻ്റെ കർത്താവും എൻ്റെ ദൈവമായുള്ളവയെ ഉണർന്ന് എൻ്റെ ന്യായത്തിനും എൻ്റെ വ്യവഹാരത്തിനും ജാഗരിക്കുക. എൻ്റെ ദൈവമായ യഹോവയെ എൻ്റെ നീതി പ്രകാരം എനിക്ക് ന്യായം പാലിച്ചു തരണമേ. അവർ എന്നെക്കുറിച്ച് സന്തോഷിക്കരുത്. അവർ തങ്ങളുടെ ഹൃദയത്തിൽ നന്നായി ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചു എന്ന് പറയരുത്. ഞങ്ങൾ അവന് വിഴുങ്ങിക്കളഞ്ഞു എന്ന് പറയരുത്. എൻ്റെ ആനന്ദത്തിൽ സന്തോഷിക്കുന്ന ഒരുപോലെ ലജ്ജിച്ച് ഭ്രമിച്ചു പോകട്ടെ. എൻ്റെ നേരെ വമ്പ് പറയുന്ന ലജ്ജോമാനം ധരിക്കട്ടെ. എൻ്റെ നീതിയിൽ പ്രസാദിക്കുന്നവർ ഘോഷിച്ച് ആനന്ദിക്കട്ടെ. തൻ്റെ ദാസൻ്റെ ശ്രേയസ്സിൽ പ്രസാദിക്കുന്ന യഹോവ മഹത്വമുള്ള എന്നിങ്ങനെ അവർ എപ്പോഴും പറയട്ടെ. എൻ്റെ നാവ് നിന്റെ നീതിയും നാളെല്ലാം നിന്റെ സ്തുതിയെയും വർണ്ണിക്കും. ഇവിടെ പറയുക ഒരു വാക്യം 23, എൻ്റെ ദൈവവും എൻ്റെ കർത്താവുമായുള്ളതേ. തോമസ് അപ്പോസ്തലൻ പറയുന്ന ഒരു ഇതാണ്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന്. പഴയ നിയമത്തിൽ യഹോവയാൻ ദൈവത്തെ നോക്കി ദാവീദ് പറഞ്ഞത് ദൈവം യഹോവയാൻ ദൈവമാണെങ്കിൽ, പുതിയ നിയമത്തിൽ പറഞ്ഞപ്പോൾ യേശു ദൈവം തന്നെയാണ്. എൻ്റെ കർത്താവിൻ്റെ ദൈവമേ എന്ന് തോമസ് അപ്പോസ്തലൻ പറയുകയാണ്. ഇവിടെ പറയുകയാണ് 27-ാമത്തെ വാക്യം, ദൈവം എന്താ ചെയ്യുന്നത്? തൻ്റെ ദാസൻ്റെ ശ്രേയസ്സിൽ പ്രസാദിക്കുന്ന യഹോവ മഹത്വമുള്ളവൻ. അതാ നമ്മുടെ ശ്രേയസ്സിലാണ് ദൈവം പ്രസാദിക്കുന്നത്, നമ്മുടെ വീഴ്ചയിലല്ല. ദൈവം നമ്മളോട് കൂടെയുണ്ടെന്നുള്ള ഉറപ്പ് നമ്മളെ ധൈര്യപ്പെടുത്തണം, നമ്മളെ ബലപ്പെടുത്തണം. ഈ പോളികാർപ്പിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. പോളികാർപ്പിനെ വധിക്കാനായിട്ട് ഔറേലിയസിൻ്റെ കാലത്ത് വധിക്കാനായിട്ട് വന്നപ്പോൾ പോളികാർക്ക് 1 മണിക്കൂർ സമയം ചോദിച്ചു. അദ്ദേഹം അകത്ത് ചെന്ന് 1 മണിക്കൂർ ഈ വധിക്കാമെന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. പിൽക്കാലത്ത് അവർ പലരും രൂപാന്തരപ്പെട്ടതായി ചരിത്രം പറയുന്നത്. രക്തസാക്ഷികളെയൊക്കെ കൊന്നവരെല്ലാം പിൽക്കാലത്ത് അവർ മാനസാന്തരപ്പെട്ടു എന്നാണ് പറയുന്നത്. ശൗലിനെ പോലെ, പൗലോസ് രൂപാന്തരപ്പെട്ടതുപോലെ. അപ്പോൾ മറ്റുള്ളവന് വേണ്ടി പ്രതികൂല പ്രാർത്ഥന എല്ലാം മാറ്റിമറിക്കും. പ്രയർ ചേഞ്ചസ് എവരിത്തിങ്. നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായിരിക്കട്ടെ. നമ്മളിൽ തന്നെ അത് ബലമായി മാറും. നമുക്ക് ദൈവത്തോട് ഇൻറ്റിമസി കൂടും, ദൈവത്തോട് സഹിത്വം നമുക്ക് കൂടും. ഇതെല്ലാം നമുക്ക് പ്രാർത്ഥനയിൽ അർപ്പിക്കാം. ദൈവത്തിൻ്റെ നീതി നമുക്ക് എല്ലാ നാളും ദൈവത്തെ സ്തുതിയും വർണ്ണിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, സങ്കീർത്തനത്തിൽ വളരെ മനോഹരമായ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പുതിയ നിയമത്തിൻ്റെ പ്രകാശത്തിൽ യേശുവിൻ്റെ ദിവ്യ സ്നേഹത്തിൽ നിറഞ്ഞ് കർത്താവെ, ഞങ്ങൾക്ക് വ്യക്തികളോടല്ല വൈരാഗ്യം, വ്യക്തികളല്ല ഞങ്ങളുടെ എതിരാളികൾ, ശത്രുവാകുന്ന സാത്താനാണ്. എന്നാൽ ആ ശത്രുവാകുന്ന സാത്താൻ്റെ തല നീ ക്രൂശിൽ തകർത്തതിനാൽ ആത്യന്തികമായ ജയം ഞങ്ങൾക്കുള്ളതാണ് ഞങ്ങൾ കരുതുന്ന ജയം ഞങ്ങൾ അവകാശമാക്കുന്ന കർത്താവെ. മറ്റുള്ളവർ ഞങ്ങളിൽ ഈ പ്രതികൂലങ്ങളിലെല്ലാം തിന്മ ചെയ്യുമ്പോഴും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ കൃപ തരണമേ. പരിശുദ്ധാത്മാവിനായി ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഞങ്ങളിൽ
അധികമായി കർത്താവെ ഫലമുള്ള വൃക്ഷത്തിന് ഏറുകൊള്ളുമെന്ന് പറയുന്ന പോലെ ഞങ്ങൾ നല്ല ഫലങ്ങൾ വരുമ്പോൾ എതിർപ്പുകളുണ്ട്, പക്ഷേ അതുകൊണ്ട് ഫലം കായ്ക്കാതിരിക്കാത്ത വൃക്ഷം പോലെ ഞങ്ങളെ അധിക ഫലം കായ്ക്കാൻ കൃപ തരണമേ, തിരുനാമം മഹത്വപ്പെടുത്തണമേ. പിതാവ് തീർച്ചയായും മഹത്വത്തിന് ആമേൻ.